ഫ്രണ്ട്സ്, വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ബിസിനസ് സ്റ്റഡീസിലെ ഫസ്റ്റ് ചാപ്റ്ററായ കൊമേഴ്സ്, ട്രേഡ് ആൻഡ് ബിസിനസ് എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹ്യൂമൻ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ, മനുഷ്യരുടെ ഒരു ബിസിനസ്സിൽ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ ഏതൊക്കെ രീതിയിലായിരിക്കും എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ക്ലാസിഫിക്കേഷനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, എന്ന് വെച്ചാൽ ഒരു ഫ്ലോ ചാർട്ട് രീതിയിൽ നമ്മൾ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്നും രണ്ടാമത്തെ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്നും. ഈ എക്കണോമിക് ആക്ടിവിറ്റീസിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ ഒരു ബിസിനസ് സ്റ്റഡീസിൻ്റെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് പഠിക്കുമ്പോൾ അത് സ്ട്രക്ചർ ഫോമാറ്റിൽ വെച്ച് പഠിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തുള്ള സ്ട്രക്ചേഴ്സൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് നന്നായിട്ട് അതേപോലെ നോട്ട് ചെയ്ത് വെക്കുക. കാരണം നമ്മൾ ഒരു ചിത്രം പോലെ വരച്ച് വെക്കാൻ, അല്ലെങ്കിൽ ഒരു ഫ്ലോ ചാർട്ടിലൂടെ നമ്മളൊരു കാര്യം സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ടുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇതിലേക്ക് പോവാം. ഫസ്റ്റ് വൺ, ഹ്യൂമൻ ആക്ടിവിറ്റീസ് അഥവാ മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയാം. ഒരു ബിസിനസ്സിൽ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 കാറ്റഗറി. 2 കാറ്റഗറി ആയിട്ടാണ് ഹ്യൂമൻ ആക്ടിവിറ്റീസിന് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്: എക്കണോമിക് ആക്ടിവിറ്റീസ് എന്നും നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്നും. സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നും സാമ്പത്തികേതര പ്രവർത്തനങ്ങൾ എന്നുമായിട്ടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുകയാണെങ്കിൽ ആക്ടിവിറ്റീസ് വിച്ച് ആർ അണ്ടർടേക്കൺ ബൈ പീപ്പിൾ വിത്ത് ദ ഒബ്ജക്റ്റ് ഓഫ് ഏർണിംഗ് മണി ആർ നോൺ ആസ് എക്കണോമിക് ആക്ടിവിറ്റീസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എമൗണ്ട് സമ്പാദിക്കുക അല്ലെങ്കിൽ പണം സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തോടെ ആളുകൾ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ദ പർപ്പസ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് ഈസ് ടു ഏൺ മണി which is used for further creation of wealth or asset. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം എന്നത് സമ്പത്ത് അല്ലെങ്കിൽ സ്വത്ത് അഥവാ അസറ്റ് എന്ന് പറയുന്നു. അസറ്റാണ് ഈ സ്വത്ത്, ആസ്തി എന്ന് പറയുന്നത്. സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം അല്ലെങ്കിൽ അവരുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അസറ്റ് അല്ലെങ്കിൽ സമ്പത്ത് കൂടുതലായിട്ട് സൃഷ്ടിക്കുന്നതിന് ഉപയോഗിക്കുന്ന എമൗണ്ട് സമ്പാദിക്കുക എന്നതാണ് ഒരു സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് സമ്പത്ത് അല്ലെങ്കിൽ സ്വത്ത് കൂടുതലായിട്ട് സൃഷ്ടിക്കുന്നതിന് ഉപയോഗിക്കുന്ന പണം സമ്പാദിക്കുക എന്നതാണ് ഒരു എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ മെയിൻ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? പണം സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തോടെ ആളുകൾ ഏറ്റെടുക്കുന്ന ഒരു പ്രവർത്തനങ്ങളെയാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അതിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം അല്ലെങ്കിൽ മെയിനായിട്ടുള്ള പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്ത് അല്ലെങ്കിൽ സ്വത്ത് അഥവാ അസറ്റ് അത് കൂടുതലായിട്ട് സൃഷ്ടിക്കുന്നതിന് ഉപയോഗിക്കുന്ന പണം എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ് സമ്പാദിക്കുക എന്നതാണ് അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ: പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഇൻ എ ഫാക്ടറി, ലോയർ വർക്കിംഗ് ഇൻ എ സ്കൂൾ, ഡോക്ടർ, ക്ലർക്ക്, ഡെയിലി വർക്കേഴ്സ്. ഒരു ഫാക്ടറിയിലെ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുക, അതുപോലെ തന്നെ ലോയർ, വർക്കിംഗ് ഇൻ സ്കൂൾ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഡോക്ടേഴ്സ്, ക്ലർക്ക്, ഡെയിലി വർക്കേഴ്സ്. ഇവയൊക്കെ ഈ പറഞ്ഞ ആളുകളൊക്കെ ദൈനംദിന എന്ന് വെച്ചാൽ ഡേ ടു ഡേ ആയിട്ടുള്ള തൊഴിലുകൾ ചെയ്യുന്ന ആളുകളെയാണ്. അപ്പോൾ അവർ ഡേ ടു ഡേ ആയിട്ടുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ മുഴുകുന്ന ആളുകളാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. നെക്സ്റ്റ്, നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ്. The activities which are undertaken
by an individual with a motive of getting psychological satisfaction or out of sentiments or out of religious obligation are known as non-economic activities. ഇവിടെ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് അഥവാ സാമ്പത്തികേതര പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനഃശാസ്ത്രപരമായിട്ട് അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ട് ഉള്ള സംതൃപ്തി അല്ലെങ്കിൽ വികാരങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ബാധ്യതകളിൽ നിന്ന് പുറത്തു കടക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ഒരു വ്യക്തി ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളെയാണ് സാമ്പത്തികേതര പ്രവർത്തനങ്ങൾ എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ പറയുന്നത് മനഃശാസ്ത്രപരമായിട്ടുള്ള സംതൃപ്തി അല്ലെങ്കിൽ വികാരങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ബാധ്യതയിൽ നിന്ന് പുറത്തു കടക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ഒരു വ്യക്തി ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളെയാണ് സാമ്പത്തികേതര പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അവിടെ എക്സാമ്പിളാണ് പ്രേയിങ്, സോഷ്യൽ സർവീസസ്, നമ്മൾ സാമൂഹികമായുള്ള സേവനങ്ങൾ, അതുപോലെ തന്നെ പ്രാർത്ഥന, പ്രൊഡക്ഷൻ ഫോർ സെൽഫ് കൺസംഷൻ, ചാരിറ്റി, അതുപോലെ തന്നെ ഉപഭോക്താവിനായിട്ടുള്ള ഉൽപ്പാദനങ്ങൾ, അതുപോലെ തന്നെ സോഷ്യൽ ആക്ടിവിറ്റീസ്, സോഷ്യൽ സർവീസസ്, ഇതൊക്കെ എന്താണ് ഒരു നോൺ എക്കണോമിക് ആക്ടിവിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ്, ഈ എക്കണോമിക് ആക്ടിവിറ്റീസിനെ നമ്മൾ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. 3 രീതിയിൽ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയീസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് നമ്മൾക്കിനി ത്രൂ ഔട്ട് പഠിക്കാനുള്ളത്. അതിൽ ബിസിനസ്സിനെ കുറിച്ചാണ് പറയുന്നത്. ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ടിവിറ്റീസ് വിച്ച് ആർ റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ഓർ പർച്ചേസ് ആൻഡ് സെയിൽ ഓർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് വിത്ത് ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഏർണിംഗ് പ്രോഫിറ്റ് ആർ കംസ് അണ്ടർ ബിസിനസ്. ഇറ്റ് ഷുഡ് ബി ഓൺ എ റെഗുലർ ബേസിസ്. ഒരു ബിസിനസ്സിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ലാഭം അഥവാ പ്രോഫിറ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഭം നേടുക എന്ന പ്രധാന ലക്ഷ്യത്തോടെ ചരക്കുകളുടെയോ സേവനത്തിൻ്റെയോ ഉൽപ്പാദനം അഥവാ പ്രൊഡക്ഷൻ, അത് സെയിൽ ചെയ്യുക. വാങ്ങൽ എന്ന് പറഞ്ഞാൽ പർച്ചേസിങ്ങോ അല്ലെങ്കിൽ വിൽപ്പന എന്ന് പറഞ്ഞാൽ സെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചരക്കുകളുടെയോ സേവനത്തിൻ്റെയോ ഉൽപ്പാദനം, വാങ്ങൽ, അതുപോലെ തന്നെ വിൽപ്പന അല്ലെങ്കിൽ വിതരണം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഒരു ബിസിനസ്സിൻ്റെ കീഴിൽ നടക്കുന്നത്. ഈ ഒരു പ്രവർത്തനങ്ങൾ റെഗുലർ ബേസിസ് ആയിരിക്കുമെന്നാണ് പറയുന്നത്. ഒരു ബിസിനസ് എന്ന് പറയുന്നത് ലാഭം നേടുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് നമ്മൾ ചരക്കുകളുടെയോ അല്ലെങ്കിൽ സേവനത്തിൻ്റെയോ ഉൽപ്പാദനം, വാങ്ങൽ, വിൽപ്പന അല്ലെങ്കിൽ വിതരണം ചെയ്യുക എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഒരു ബിസിനസ്സിൻ്റെ കീഴിലാണ് നടക്കുന്നത്. അത് റെഗുലറായിട്ട് നടക്കും. എന്ന് വെച്ചാൽ റെഗുലർ ബേസിലായിരിക്കും ഒരു ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഈ പറയുന്ന പർച്ചേസിങ്ങും അതുപോലെ തന്നെ സെയിലും പിന്നെ നമ്മുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഒക്കെ ഒരു ബിസിനസ്സിൽ ഡേ ടു ഡേ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ മാനുഫാക്ചറിങ്, മൈനിങ്, ഫാമിംഗ്, ട്രേഡിംഗ്, ഫിഷിംഗ്. ഉദാഹരണം, മാനുഫാക്ചറിങ് എന്ന് പറയുകയാണെങ്കിൽ ഉൽപ്പാദനം, അതുപോലെ തന്നെ മൈനിങ് എന്ന് പറയുകയാണെങ്കിൽ ഖനനം, പിന്നെ ഫാമിംഗ് കൃഷി, അതുപോലെ തന്നെ ഫിഷിംഗ് എന്ന് പറയുകയാണെങ്കിൽ മീൻപിടുത്തം. ഇതൊക്കെ എന്താണ് നമ്മൾ ഡേ ടു ഡേ ആയിട്ട് റെഗുലർ ബേസിസായി നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ എന്താണ് ഒരു ബിസിനസ്സിൻ്റെ കൺസേണിൽ വരുന്നതാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ്. എന്തൊക്കെ സവിശേഷതകളാണ് ഒരു ബിസിനസ്സിനുള്ളത്? ഒന്നാമത്തത് എക്കണോമിക് ആക്ടിവിറ്റീസ്. ഓൾ ബിസിനസ് എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ കൺസിഡേർഡ് ആസ് എൻ എക്കണോമിക് ആക്ടിവിറ്റി because its main aim is to earn money in the form of profit. എക്കണോമിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്, ഒരു ബിസിനസ്സിൻ്റെ സാമ്പത്തിക പ്രവർത്തനം എന്ന് പറയുന്നത് എന്താണ്? മെയിനായിട്ട് അവരുടെ എയിം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ്
പ്രോഫിറ്റാണ് മെയിനായിട്ട് ഫോം ചെയ്യുന്നത്. പ്രോഫിറ്റ് എങ്ങനെയൊക്കെ ഫോം ചെയ്യുക എന്നുള്ള ഒബ്ജക്റ്റ്സാണ് നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റീസിനുള്ളത്. അതുപോലെ തന്നെ എങ്ങനെയൊക്കെ നമുക്ക് മണി ഏൺ ചെയ്യാം എന്നുള്ള ഒബ്ജക്റ്റീവ് കൂടിയാണ് നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റീസിലുള്ളത്, ഒരു ബിസിനസ്സിലുള്ളത്. നെക്സ്റ്റ്, ഡീലിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ബിസിനസ് ഇൻവോൾവ്സ് ട്രാൻസ്ഫർ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഫോർ വാല്യൂ. ഗുഡ്സ് മേ ബി കൺസ്യൂമേഴ്സ് ഓഫ് ഫോർ ഡയറക്റ്റ് യൂസ്, എക്സാമ്പിൾ ക്ലോത്ത്സ്, ഫുഡ് ഐറ്റംസ്, ഓർ ക്യാപിറ്റൽ ഗുഡ്സ് ആണെങ്കിൽ ലൈക്ക് മിഷനറീസ്, ടൂൾസ് എക്സെട്ര. ഡീലിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ വാല്യൂവിനായുള്ള ഗുഡ്സുകളോ അല്ലെങ്കിൽ ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ കൈമാറ്റം ഉൾപ്പെടുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഡീൽ ചെയ്യുന്നുണ്ട്. ഒരു ബിസിനസ്സിനെ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് അവിടെ വരുന്ന ഗുഡ്സുകളുടെയും അതുപോലെ തന്നെ സർവീസസിൻ്റെയും ഡീലിങ്സിലൂടെയാണ് ഒരു ബിസിനസ് കൂടുതലായി ഡെവലപ്പ് ചെയ്യുന്നത്, എന്നുവെച്ചാൽ പുരോഗമനം ഉണ്ടാകുന്നത്. ഇവിടെ പറയുന്നത് ഇപ്പോൾ ഗുഡ്സ് അഥവാ ഗുഡ്സ് മേ ബി ഓഫ് ദ കൺസ്യൂമർ ഗുഡ്സ് എന്ന് വെച്ചാൽ കൺസ്യൂമർ ഗുഡ്സുകളിൽ നിന്നും അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുകയാണെങ്കിൽ ഈ മിഷനറീസ് അതുപോലെ തന്നെ ടൂൾസ്. ക്യാപിറ്റൽ എന്ന് പറയുകയാണെങ്കിൽ മൂലധന വസ്തുക്കൾ എന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഉള്ള വസ്തുക്കൾ മിഷനറീസാണ്, ടൂൾസ്, ഇതൊക്കെ എന്താണ് നമ്മുടെ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയാം. കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വസ്ത്രങ്ങൾ അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ്, ഇതൊക്കെ എന്താണ് കൺസ്യൂമർ ഗുഡ്സ് ആണ്. ഉപഭോക്ത വസ്തുക്കൾ എന്ന് പറയാം, എന്ന് വെച്ചാൽ ഉപഭോക്തൃ വസ്തുക്കൾ എന്ന് പറയാം മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊക്കെ ഡീല് ചെയ്യുന്നത് ഒരു ബിസിനസ് ആക്ടിവിറ്റീസ്, ഒരു ബിസിനസ്സാണ് ഇതെല്ലാം ഡീല് ചെയ്യുന്നത്. അതിൻ്റെ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഒക്കെ ഡീല് ചെയ്യുന്നത്, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യലും അത് സെയിൽ ചെയ്യലും അതുപോലെ തന്നെ അത് വാങ്ങലും വിൽക്കലും ഒക്കെ എന്താണ് ഒരു ബിസിനസ്സാണ് ഡീൽ ചെയ്യുന്നത്. അതാണ് ഡീലിംഗ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് ആൻഡ് സർവീസസ് ഡീൽ ചെയ്യുന്ന ബിസിനസ്സാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, റെഗുലർലി ഇൻ ഡീലിംഗ്. An isolated transaction cannot make a business unit. When transactions are repeatedly performed, it is considered as business. റെഗുലാരിറ്റി ഇൻ ഡീലിങ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഒറ്റപ്പെട്ട ട്രാൻസാക്ഷന് അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെട്ട ഇടപാടിന് ഒരു ബിസിനസ് യൂണിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. ഈ പറയുന്ന ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഇടപാടുകൾ ആവർത്തിച്ച് നടത്തുമ്പോൾ മാത്രമേ അത് ബിസിനസ്സായിട്ട് കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ ആണെങ്കിൽ, ഒരു ഗുഡ്സ് ആണെങ്കിൽ, ഒരു ക്ലോത്ത് ആണെങ്കിൽ ആ ക്ലോത്ത്സിൻ്റെ കാര്യങ്ങൾ ഡേ ടു ഡേ ആയിട്ട് നമ്മളത് ബൈയിങ് ആൻഡ് സെല്ലിങ് നടത്തുമ്പോഴാണ് അവിടെ ഒരു ബിസിനസ്സായിട്ട് കണക്കാക്കപ്പെടുള്ളൂ. അല്ലാതെ അതിലേതെങ്കിലും ഒരു യൂണിറ്റ് മാത്രം എടുത്ത് നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതൊരു ബിസിനസ്സായിട്ട് കണക്കാക്കില്ല. കാരണം റെഗുലർലി നമ്മൾ ആ ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ് ഒരു ബിസിനസ്സായിട്ട് കണക്കാക്കപ്പെടും. ആ ട്രാൻസാക്ഷൻസ് നടത്തുകയാണെങ്കിൽ അതൊരു ബിസിനസ്സായിട്ട് കണക്കാക്കപ്പെടുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, പ്രോഫിറ്റ് ഏർണിംഗ്. ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പർപ്പസ് ഓഫ് ബിസിനസ് ഈസ് ടു ഏൺ പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഈസ് ദ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഒരു ബിസിനസ്സിൻ്റെ മെയിനായുള്ള സവിശേഷതയാണ് ഒരു ബിസിനസ്സിൻ്റെ മെയിനായുള്ള സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ ലാഭം ഏൺ ചെയ്യുക. അതാണ് ഒരു ബിസിനസ്സിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ്, സെയിൽസ്, ട്രാൻസ്ഫർ ഓർ എക്സ്ചേഞ്ച്. ബിസിനസ് മസ്റ്റ് ഇൻവോൾവ് ദ സെയിൽ, ട്രാൻസ്ഫർ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി. ഒരു ബിസിനസ്സിൽ മസ്റ്റായിട്ട് നടക്കേണ്ട കാര്യങ്ങളാണ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. ഒരു ബിസിനസ്സിൽ ഗുഡ്സിനെ അല്ലെങ്കിൽ ചരക്കുകളെ എക്സ്ചേഞ്ച് ചെയ്യുകയും അതുപോലെ തന്നെ അത് സർവീസ് ചെയ്യുന്നതാണ് ബിസിനസ്സിൻ്റെ. ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും നമ്മൾ ഗുഡ്സിനെ എക്സ്ചേഞ്ച് ആൻഡ് സർവീസസ് ഗുഡ്സ് ആൻഡ് സർവീസസിനെ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു ട്രാൻസ്ഫർ പ്രോസസ്സാണ് നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബിസിനസ്സിൽ വരുന്ന വസ്തുക്കളാണെങ്കിലും അല്ലെങ്കിൽ ബിസിനസ്സിൽ വരുന്ന പ്രോഡക്റ്റ് ആണെങ്കിലും ആ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക, എക്സ്ചേഞ്ച് ചെയ്യുക എന്നാണ് പറയുന്നത്. സെയിൽ ചെയ്യാതെ വിൽപ്പന ചെയ്യുക, അതുപോലെ ട്രാൻസ്ഫർ ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ
കൈമാറ്റം ചെയ്യുക. എക്സ്ചേഞ്ച് ചെയ്യുക എന്ന് പറയുകയാണെങ്കിൽ അതും എന്താണ്, ഒരാളുടെ കയ്യിൽ നിന്ന് അനദർ പേഴ്സണിലേക്ക് നമുക്ക് എക്സ്ചേഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ ബൈയിങ് ആൻഡ് സെല്ലിങ് ചെയ്യുക, അഥവാ ഗുഡ്സ് ആൻഡ് സർവീസസ് ചെയ്യുക. അപ്പോൾ അതൊക്കെ എന്താണ് ഒരു ബിസിനസ്സിൻ്റെ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ് ആണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, അൺസർട്ടൈനിറ്റി ഓഫ് ബിസിനസ് റിസ്ക്. നോ ക്യാൻ predict the future of a business with certain. In every business there is a chance of loss or deduction of profit. It is called business risk. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഒരു ബിസിനസ്സിൻ്റെ ഭാവി നിശ്ചയത്തോടെ പ്രവചിക്കാൻ ആർക്കും കഴിയില്ല എന്നാണ് പറയുന്നത്. എല്ലാ ബിസിനസ്സിലും അതിൻ്റേതായുള്ള നഷ്ടം അല്ലെങ്കിൽ ലാഭം കുറയ്ക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ഇതിനെ ബിസിനസ് റിസ്ക് എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ബിസിനസ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഒരു ബിസിനസ്സിൻ്റെ ഭാവി നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ പ്രവചിക്കാൻ ആർക്കും കഴിയില്ല എന്നാണ് പറയുന്നത്. ഒരു ബിസിനസ്സിൻ്റെ ഭാവി പ്രവചിക്കാൻ ആർക്കും കഴിയില്ല. എല്ലാ ബിസിനസ്സിലും അതിൻ്റേതായുള്ള നഷ്ടം അല്ലെങ്കിൽ ലാഭം കുറയ്ക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ഇതിനെ നമ്മൾ ബിസിനസ് റിസ്ക് എന്ന് വിളിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഏതൊക്കെ തരത്തിലാണ് ഒരു ബിസിനസ്സിലുള്ളത് എന്ന് വെച്ചാൽ എക്കണോമിക് ആക്ടിവിറ്റീസായിട്ടും അതുപോലെ തന്നെ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസായിട്ട് രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. എക്കണോമിക് ആക്ടിവിറ്റീസിൽ ഡിവൈഡഡ് ഇൻ ടു 3 categories, ദെൻ ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. അതിന് 3 കാറ്റഗറിയായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ബിസിനസ്സാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾ വരും വീഡിയോസിൽ ഇതിൻ്റെ പ്രൊഫഷനും അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ്സിനൊക്കെ കുറിച്ച് പറയും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ്, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്.